ഫസ്റ്റ് ഹാഫ് ഫീൽ ഗുഡ് ആയിരുന്നെങ്കിലും സെക്കൻഡ് ഹാഫ് ഫീൽ ഗുഡിൻ്റെ മുഴുവനായിട്ട് നല്ല ത്രില്ലറായിട്ടുള്ള കുറേ വർഷങ്ങൾക്ക് ശേഷം പഴയ ലാലേട്ടനെ കിട്ടി, സന്തോഷം. വേദന ഉണ്ടായിരുന്നു, ഞാൻ കരഞ്ഞായിരുന്നു. നല്ല പടം. നല്ല സിനിമ, നല്ല എക്സ്പീരിയൻസ് ആണ്. ലൈക്ക് പഴയ പോലത്തെ ലാലേട്ടൻ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. നല്ല സിനിമ, മസ്റ്റ് വാച്ച്. വില്ലന് നൈസ, നല്ല അഭിനയം. മൂവി അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഫീൽ ഗുഡ് ആയിരുന്നെങ്കിലും സെക്കൻഡ് ഹാഫ് ഫീൽ ഗുഡിൻ്റെ മുഴുവനായിട്ട് നല്ല ത്രില്ലറായിട്ടുള്ള സംഭവമായിരുന്നു. അടിപൊളിയായിരുന്നു. ലാലേട്ടൻ പൊളി, അടിപൊളി, അത്രേ പറയാനുള്ളൂ. പുതിയ വില്ലനാണെന്നാണ് തോന്നുന്നത്. വില്ലനും അടിപൊളി, എല്ലാം അടിപൊളി. തരുൺമൂർത്തി നല്ലോണം തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല പടമായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ല, അടിപൊളി പടമാണ്. ലാലേട്ടൻ അതേപോലെ വില്ലൻ കഥാപാത്രം ഒരു രക്ഷയില്ല. ഇത് പറയേണ്ട ആവശ്യമില്ല, അത്രയും പൊളിയാ. കിടു വില്ലൻ സൂപ്പർ. എന്നുവെച്ചാൽ ലാലേട്ടൻ്റെ ഒപ്പം നിൽക്കുന്ന വില്ലൻ എന്ന് പറയില്ല, കഥയും അതുപോലെ തന്നെ നല്ല സൂപ്പർ പടം. ലാലേട്ടൻ്റെ അഭിനയ ജീവിതത്തിലെ പുതിയൊരു നല്ലൊരു സൂപ്പർ ഹിറ്റ് പടം. ഒരു രക്ഷയില്ല, അടിപൊളി, പൊളി. കൊള്ളാം, അടിപൊളി, കുഴപ്പമില്ല, സൂപ്പർ. അതും അടിപൊളിയാണ്, എല്ലാം അടിപൊളിയാണ്. കൂടുതലൊന്നും പറയാം, ഇല്ല അറിഞ്ഞില്ല, ചിന്തിക്കാൻ പറ്റില്ല. സൂപ്പർ, ടോട്ടലി ബെസ്റ്റ്. അടിപൊളി, ചിന്തിക്കാൻ പറ്റില്ല. സൂപ്പർ, നല്ല പടം. കൊള്ളാം, നന്നായിട്ടുണ്ട്. കുഴപ്പമില്ല, അടിപൊളി, കൊള്ളാം, അടിപൊളി, നല്ല ത്രില്ലർ. കുറേ വർഷങ്ങൾക്ക് ശേഷം പഴയ ലാലേട്ടനെ കിട്ടി, സന്തോഷം. വില്ലൻ അടിപൊളി. വേദന ഉണ്ടായിരുന്നു, കരയേണ്ട സീൻ ഉണ്ടായിരുന്നു. നല്ല പടം, ഒന്നും കൂടി കാണണമെന്നുണ്ട്. ഞാൻ കരഞ്ഞായിരുന്നു. നല്ല പടം. മോഹൻലാൽ. ആ പടം ഇഷ്ടപ്പെട്ടു, നല്ല പടം. ശരി, മോഹൻലാലിൻ്റെ നല്ലൊരു അഭിനയമാണ് ഈ പടത്തിലുണ്ടായിട്ടുള്ള. വളരെ നന്നായിട്ടുണ്ട്. ഈ അടുത്ത കാലങ്ങളിൽ ഇറങ്ങിയേക്കാളും ദൃശ്യമൊക്കെ ഇറങ്ങിയ ശേഷം വന്ന പടത്തിനേക്കാളും കൊള്ളാം. ആ ഒരു ചെറിയ സെൻറ്റിമെൻസൊക്കെ ഉണ്ട് ഇതിനകത്ത്.